ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് എന്നാൽ എന്താണ്, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ നമുക്ക് വീട്ടിൽ കിടന്നുള്ള ചികിത്സ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് തന്നെ കിടന്നുള്ള ചികിത്സയ്ക്കാണ് ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ആൾക്കാർ ഇത് ഡൊമിസിലറി ഈ പോളിസിയിൽ ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് കവേർഡ് ആണ് എന്ന് പറഞ്ഞു വിടത്തേ ഉള്ളൂ. പക്ഷേ ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റിന് കണ്ടീഷൻസ് ഉണ്ട്. ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പേഷ്യൻറ്റിനെ ആ കടന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനൊരവസ്ഥ. മൂവബിൾ അല്ല. അപ്പോൾ മൂവബിൾ അല്ലെങ്കിൽ ഡോക്ടറിന് വീട്ടിൽ അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലത്ത് വീട്ടിലാണെങ്കിൽ വീട്ടിൽ വന്ന് ചികിത്സിക്കുന്നതിനാണ് ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ സമ്മർഷോടെ എത്രയാണോ അത്രയും തന്നെ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും. വളരെ നല്ലതാണ്. നമുക്ക് ഒരു കാരണവശാലും പേഷ്യൻറ്റിനെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കിടക്കുന്ന സ്ഥലത്ത് വന്ന് ചെയ്യുന്നതിനാണ് ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് എങ്ങനെ അവൈൽ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഹോസ്പിറ്റലിൽ കിടക്കാൻ സ്ഥലമില്ലാത്തവർ, ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ സ്ഥലമില്ല കിടക്കാൻ, അങ്ങനെ ഹോസ്പിറ്റൽ മുഴുവൻ ഫില്ലാണ്. അപ്പോൾ നമുക്ക് പിന്നെ എന്താ ഓപ്ഷൻ, എന്താ, നമ്മൾ വീട്ടിൽ പോയി കിടക്കുക. അങ്ങനെ കടന്നാലും നമുക്ക് ഈ ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് ക്ലെയിം ചെയ്യാം. അപ്പോൾ രണ്ട് കണ്ടീഷനാണ്. ഒന്ന്, പേഷ്യൻറ്റിനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ലാത്ത കണ്ടീഷനായിരിക്കണം. രണ്ട്, ഹോസ്പിറ്റലിൽ സ്ഥലമില്ല എങ്കിൽ നമുക്ക് വെളിയിൽ പോയി അഡ്മിറ്റ് ആയാൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള കാശ് കിട്ടും. അതാണ് ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ വീട്ടിൽ കിടന്നുള്ള ചികിത്സയ്ക്ക് അല്ല ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് കണ്ടീഷനിലാണ് ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് ആപ്ലിക്കബിൾ ആവുന്നത്.